എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി ആയിട്ടാണ്. അതായത് നമ്മുടെ മുരിങ്ങക്കായ വെച്ചിട്ടുള്ള ഒരു മസാലക്കറി. അപ്പോൾ ഇത് ചോറിന്റെ കൂടെ സൂപ്പറാണ്, അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ നന്നായി പോകും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന മുട്ട പപ്സ് ഒരുപാട് പേര് തയ്യാറാക്കി, അതും നന്നായി വന്നു എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവർ ദയവേത് ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരിക കേട്ടോ. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കായ വെച്ചിട്ടുള്ള മസാലക്കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ അതേസമയം അത്രയും രുചികരമായിട്ടുള്ള മുരിങ്ങക്കായ വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. ചീനച്ചട്ടി ആയാലും കുഴപ്പമില്ല, അടി കട്ടിയുള്ള ഏത് പാത്രമായാലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കാം. ഏത് ഓയിലാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഓയിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലോട്ട് ഒരല്പം പെരുംജീരകം, അതായത് ഫെനൽ സീഡ്സ്. പെരുംജീരകം ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ പെരുംജീരകം ഈ റെസിപ്പിയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരും. അതുകൊണ്ട് ഞാൻ പെരുംജീരകം ചേർക്കുന്നുണ്ട്. മൊത്തത്തിലുള്ള പെരുംജീരകം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചേർക്കണ്ട, പൗഡറുകൾ ഇടുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ കടുക് പൊട്ടുന്നുണ്ട്, ആ സമയത്ത് പെരുംജീരകം ചേർത്ത് കൊടുക്കും. കരിയാൻ പാടില്ല കേട്ടോ, സൂക്ഷിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പില, നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയുള്ളിയാണ്. ഒരു 20 ചെറിയുള്ളി, ഓരോ ചെറിയുള്ളിനെ ഞാൻ 2-3 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കറികൾക്ക് ചെറിയുള്ളിയാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. പക്ഷേ എനിക്കറിയാം പല സ്ഥലത്തും ചെറിയുള്ളി അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ചെറിയുള്ളി ക്ലീൻ ചെയ്യാൻ മടിയുണ്ടായിരിക്കും പലർക്കും, അതല്ലെങ്കിൽ ചെറിയുള്ളിക്ക് വളരെ വില കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് സവാള ഉപയോഗിക്കാം. സവാള ഒരു വലിയ സവാള, അല്ലെങ്കിൽ മീഡിയം ആണെങ്കിൽ 1.5 സവാള കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 6 അല്ലിയോളം വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി കൂടുതൽ വേണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. അതുപോലെ തന്നെ ഇഞ്ചി വളരെ കുറച്ച് മതി. വളരെ കുറച്ചെന്ന് വെച്ചാൽ 1 ടീസ്പൂണോളം കൊത്തിയരിഞ്ഞ് ഇഞ്ചി. പിന്നെ 3 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുരിങ്ങക്കായ വാഷ് ചെയ്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ മീഡിയം പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ പൊട്ടറ്റോവും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ നിർബന്ധമില്ല, പൊട്ടറ്റോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവിക്ക് ഇച്ചിരി തിക്നെസ് വരും, ഒരു കൊഴുപ്പ് കിട്ടും. അതിനുവേണ്ടി ഞാൻ പൊട്ടറ്റോ എടുത്തിരിക്കുന്നത്. പൊട്ടറ്റോ ഇല്ലാതെയും ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായി വാടി വരട്ടെ. ഒരുപാട് ബ്രൗൺ ഷെയ്ഡ് ആവാൻ നിൽക്കൊന്നും വേണ്ട, വാടി കിട്ടിയാൽ മാത്രം മതിയാവും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറയ്ക്കാം. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു അല്പം, അതായത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അത് മല്ലിപ്പൊടി ടേബിൾ സ്പൂണാണ്, വലിയ ടേബിൾ സ്പൂൺ. അതായത് 3 ടീസ്പൂൺ ചേർന്നതാണ് 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അങ്ങ് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെ പച്ചമണം മാറാൻ ഒരു 2-3 മിനിറ്റ് എടുക്കും. അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ മസാലക്കറികളൊക്കെ കഴിക്കുമ്പോൾ ഒരു പച്ചക്കുത്ത് മുന്നോട്ട് നിൽക്കും കേട്ടോ. 2-3 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ റോ ടേസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് പുളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ സാമ്പാർ പുളി. പക്ഷേ നിങ്ങൾക്ക് സാമ്പാർ പുളി ഇല്ലാന്നുണ്ടെങ്കിൽ തക്കാളിയുടെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. സാമ്പാർ പുളിയും കൂടെ ചേർക്കുമ്പോഴാണ് വേറൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിലിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അല്പം മാത്രം, ഒരുപാടൊന്നും ഒഴിക്കാൻ പാടില്ലേ, അതെപ്പോഴും ശ്രദ്ധിക്കാം. പുളി നമ്മൾ കൂടിപ്പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു അല്പം കൂടെ പുളി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായി കുക്ക് ചെയ്യാം. ഇപ്പോൾ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. പുളി വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് കുക്കായിക്കോട്ടെ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രമാണെന്നുണ്ടെങ്കിൽ അടിയിലൊന്നും പിടിക്കില്ല. സ്റ്റീലോ അല്ലെങ്കിൽ അലുമിനിയം മാത്രമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ തീ നമുക്ക് മീഡിയത്തിലോട്ട് മാറ്റണം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ പറഞ്ഞ പോലെ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു മീഡിയം പൊട്ടറ്റോ. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊട്ടറ്റോ ചേർക്കുന്നത്. അപ്പോൾ പൊട്ടറ്റോ എപ്പോഴും ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ പൊട്ടറ്റോയുടെ കളർ അങ്ങ് ഒരു ബ്ലാക്ക് പോലെയാവും. അപ്പോൾ പൊട്ടറ്റോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2
അല്ലെങ്കിൽ 3 മുരിങ്ങക്കായ. അതും ഇളയ മുരിങ്ങക്കായാണ് ഏറ്റവും നല്ലത് കേട്ടോ. മൂത്ത മുരിങ്ങക്കായ ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലിരുന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് 2-3 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ടേസ്റ്റ് സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിരിക്കുന്നത്, ഒരുപാട് ചൂടുണ്ടായിരുന്നില്ല, ചെറിയ ചൂട്. ഞാൻ ചൂടുവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇരുന്ന് ചൂടാറിയത്. ചെറിയ ചൂടോടുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നമുക്ക് നോക്കാം ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി 15 മിനിറ്റോളം കുക്കായി അടച്ച് വെച്ച് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അനുസരിച്ച്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചാറാണെന്നുണ്ടെങ്കിൽ ചാറോട് കൂടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് തിക്കാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം. ഞാനൊരു ഇച്ചിരിയും കൂടെ തിക്കാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ തുറന്ന് വെച്ചിട്ട് ഇനി കുക്ക് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇതിൻ്റെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ മസാലയുടെ കുത്ത് മാറിയതിന് ശേഷം മാത്രമേ അതിലോട്ട് തക്കാളി ഇടാൻ പാടുള്ളൂ. അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മസാലക്കുത്ത് വന്നു കഴിഞ്ഞാൽ ഈ കറി നന്നായിട്ടുണ്ടാവില്ല കഴിക്കാൻ കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കട്ടെ. അതിനുശേഷം 2-3 കഷ്ണം പൊട്ടറ്റോ ഉണ്ടല്ലോ ഒന്ന് ഉടച്ച് ചേർക്കുക. അപ്പോഴാണ് ആ ഗ്രേവിക്കൊരു തിക്നെസ്, കൊഴുപ്പ് വരുള്ളൂ. എല്ലാം ഉടച്ച് ചേർക്കണ്ട, കുറച്ച് മാത്രം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവാണ്. തീയലില്ലേ, തീയലിൻ്റെ ഒക്കെ ഒരു അളിയനായിട്ട് വരും. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഇച്ചിരി കൂടെ ഒന്ന് വറ്റും. തീയിലൊക്കെ ഇച്ചിരി ശർക്കര ഇടില്ല, അതുപോലെ തന്നെ ഞാനിതിൽ ഒരു ഇച്ചിരി ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര, അതും തികച്ചും ഓപ്ഷനിലാണ്. ചെറിയ എവിടെയോ ഒരു മധുരം വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ പുളിയും എരിവും മധുരമൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ദാ എൻ്റെ കറി ഇപ്പോൾ ഏകദേശം ഇത്ര വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗ്രേവിയുടെ അളവ് നിങ്ങൾ തീരുമാനിക്കണം. എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വറ്റിക്കുന്ന സമയം മാറ്റണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഓഫ് ചെയ്യാണ്. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും എല്ലാം വൃത്തിയായിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്, മല്ലിയിലയല്ല. അതുപോലെ തന്നെ ഒരു അല്പം വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള മുരിങ്ങക്കായ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറും ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക മുരിങ്ങക്കായ കിട്ടുമ്പോൾ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സെയിം പൊട്ടറ്റോ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എന്നോട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലോട്ടൊന്ന് ഷെയർ ചെയ്യൂ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഉപ്പിലിട്ട വാട്ടർമെലൻ പിടിച്ച ഇച്ചിരി കൂടെ സ്വർക്കം വേണമെന്ന് തോന്നുന്നല്ലേ രാവിലെ തന്നെ. എനിക്കിഷ്ടേ. വാട്ടർമെലൻ വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ് പരീക്ഷണാർത്ഥം. എല്ലാം പൈനാപ്പിൾ അടക്കം ഉപ്പിലിട്ട് വെക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് വാട്ടർമെലൻ ആയിക്കൂടാ എന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി ടേസ്റ്റ്. തെറ്റൊന്നും പറയുന്നില്ല. ഇതിപ്പോ ഇന്നലെ ഈവനിങ് ഇട്ടതാണ് ഞാനത്. ഇതിപ്പോ പൈനാപ്പിളൊക്കെ 2 ദിവസം 3 ദിവസം ഇരിക്കുള്ളൂ. ഇതൊക്കെ